ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യയുടെ അസുഖമൊക്കെ ഏകദേശം അങ്ങനെ മാറി വരികയാണ്. അതായത് നന്ദിനി അരികത്തുണ്ടാകുമ്പോൾ തന്നെ സൂര്യയ്ക്ക് മനസ്സിന് ഒരു ഉണർവൊക്കെ വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തൻ്റെ ടെൻഷൻ മാറി, തൻ്റെ ആ പേടി മാറി, ആ ഭയം മാറി, എല്ലാം മാറി കേട്ടോ. അങ്ങനെ സൂര്യ പഴയ ഒരു ഇതിലോട്ട് വരുമ്പോഴാണ് തൻ്റെ അച്ഛൻ കടന്നു വരുന്നത് കേട്ടോ. അങ്ങനെ കടന്നു വന്ന പാട് തൻ്റെ മകൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ സൂര്യ, നീ എന്ത് പണിയാടെ ചെയ്തു വെച്ചത്? നീ എന്താടാ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? രാജു, നീ എന്താണ് ചെയ്തു വെച്ചിരുന്നത്? എനിക്കൊന്ന് വിളിക്കാനോ നിങ്ങളോടൊന്ന് സംസാരിക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി, നീയും എന്താ ചെയ്തത്? എല്ലാവരുടെയും ഫോൺ ഒരുപോലെ വരാൻ ഇവിടെ എന്താ ഉണ്ടായതെന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഇന്ദ്രജ ഓടിച്ചെല്ലാണ് തൻ്റെ അമ്മയുടെ അടുത്തോട്ട്, പത്മയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലാണ് കേട്ടോ. മമ്മി മമ്മി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താടി? ഡാഡി വന്നിട്ടുണ്ട്. ഓ, അങ്ങേര് വന്നോ? ഡാഡി വന്ന് മാത്രമല്ല, ഡാഡി പോയിരിക്കുന്നത് സൂര്യയുടെ റൂമിലോട്ടാണെന്ന് പറയുന്നത്. അതിനെന്താ? അതിപ്പോൾ എന്തത്ര വല്ലാതെ പറയാനുള്ളത്? മകനെ കാണാൻ വേണ്ടി പോകുക ആ അവസ്ഥയിലല്ലേ സൂര്യ കിടന്നിരുന്നത്. അതൊക്കെ ശരി തന്നെ. പക്ഷേ അത് മാത്രമല്ല മമ്മി, ഡാഡി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഇനി മമ്മി ഉത്തരം പറയേണ്ടി വരും. എന്തുത്തരം? എന്ത് ചോദിക്കുന്നു? അതിനുള്ള ഉത്തരമൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ. പിന്നെ എന്താ? അതല്ല മമ്മി, ഇനി എല്ലാവരും സത്യങ്ങൾ വിളിച്ചു പറയും. ആ നന്ദിനിയും അതുപോലെ തന്നെ സൂര്യയും. നന്ദിനി പറഞ്ഞില്ലെങ്കിലും സൂര്യ ഉറപ്പാണ് പറയും. അത് ഉറപ്പുള്ള കാര്യമാണ്. സൂര്യ എല്ലാ സത്യങ്ങളും ഡാഡിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്നറിയോ? എന്തുണ്ടാവാനാണ്? മമ്മി വിചാരിക്കുന്നത് പോലെയല്ല. ഡാഡിക്ക് രണ്ട് മുഖമുള്ളത് മമ്മിക്കറിയില്ലേ? അത് കേൾക്കുന്ന പത്മക്കൊരു പേടിയൊക്കെ ആയി കേട്ടോ. അപ്പോഴേക്കും വിജയ് പറയണേ, എന്തായാലും ഒരു തെറ്റ് ചെയ്തു. അടിയൊക്കെ വീഴുന്നത് എൻ്റെ തലയിലോട്ടാണ്. ആര് വന്ന് എന്ത് ചെയ്താലും എനിക്കാണ് കിട്ടുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന പത്മയ്ക്ക് ഒരു പരിഭ്രാന്തിയൊക്കെ ആവുകയാണ്. അങ്ങനെ ഈ സമയം ഉടൻ തന്നെ സൂര്യയോട് പറയണം, മോനെ നിനക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ തൻ്റെ ഡാഡിയെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. ഇതെന്ത് സൂര്യ, നിനക്കെന്ത് പറ്റിയടാ? ഡാഡി എന്നാൽ എന്നെ തനിച്ചാക്കി പോവേണ്ടായിരുന്നു. അത് കേട്ട ഉടൻ തന്നെ, അതിന് മാത്രം ഇവിടെ എന്ത് പറ്റിയടാ? നിനക്ക് നിൻ്റെ കൂട്ടിൻ്റെ നന്ദിനി ഉണ്ടല്ലോ. ഡാഡി ഉണ്ടായിട്ടെന്താ? ഡാഡിക്ക് നിന്നെ ഈ നന്ദിനി നോക്കുന്ന ആ ഒരു ലെവലിലൊന്നും നോക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഡാഡി എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? ഡാഡി എന്നെ ഇവിടെ തനിച്ചാക്കി പോയപ്പോൾ ആ യക്ഷി സ്വഭാവം അവരുടെ പുറത്തു വന്നു. അത് ഡാഡി മനസ്സിലാക്കാതെ പോയി. അത് കേട്ട ഉടനെ, എന്താടാ മോനെ നീ പറയുന്നത്? അതെ ഡാഡി, ഞാൻ ഈ റൂമിൽ എന്നെ തളച്ചിട്ടതുപോലെ എൻ്റെ ഫോണും നന്ദിനിയെ എന്നെ അരികിലോട്ട് കൊണ്ടുവരാതെ അതുപോലെ തന്നെ പല ഉപദ്രവങ്ങൾ രാജുവിനോടും നന്ദിനിയോടും ചെയ്ത് ഒരുപാട് ഉപദ്രവിച്ചിരിക്കുന്നു എന്ന സത്യം പറയണം കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി യതീന്ദ്രൻ ചോദിക്കണം, എന്തൊക്കെയാടാ മക്കളെ ഈ പറയുന്നത്? അതെ ഡാഡി ഒരൊറ്റ പോക്ക് പോരുതായിരുന്നു. പോയപ്പോൾ ഡാഡി നന്ദിനിയെ ഒന്ന് അന്വേഷിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യായിരുന്നില്ലേ? അപ്പോൾ രാജു പറയാണ്, യതീന്ദ്രൻ സാർ എത്ര തവണ വിളിക്കുന്നു, നന്ദിനി എവിടെയെന്ന് ചോദിക്കായിരുന്നില്ലേ? ഈ കൊച്ച് എത്രമാത്രം ഈ വീട്ടിൽ കിടന്ന് ബുദ്ധിമുട്ടിയെന്ന് അറിയോ? എന്തിന് ഈ കൊച്ചിനെ ഭ്രാന്താശുപത്രിയിൽ വരെ കൊണ്ടുപോയിടാൻ ശ്രമിക്കുന്ന സമയത്താണ് സൂര്യ സാർ പുറത്തോട്ട് ഇറങ്ങി വന്നത് എന്ന് പറയാം കേട്ടോ. രാജു ഏട്ടാ, ഇതിങ്ങനെ കൊട്ടിഘോഷിക്കാതെ എല്ലാവരോടും ഇങ്ങനെ പറയാതെ, എനിക്ക് പറയാനുള്ളത് ഞാൻ എല്ലാവരോടും പറയും. ഇനി എനിക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം നന്ദിനിയുടെ അടുത്തോട്ട് സൂര്യ നിമിഷം വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നന്ദിനി ഭ്രാന്താസ്പത്രിയിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ സൂര്യ പറയണം, നന്ദിനി ഇനി ആരെയും തടയണ്ട, രാജേട്ടൻ പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ എന്തൊക്കെയാണ് മക്കളെ ഞാനീ കേൾക്കുന്നത്? എന്നാലും എൻ്റെ ഡാഡിക്ക് ഒരു വാക്കെങ്കിലും ഡാഡിക്ക് ഇവളൊന്ന് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യായിരുന്നില്ലേ? മക്കളെ ആര് പറഞ്ഞു ഇവളെ ഞാൻ വിളിക്കുന്നില്ലെന്ന്? ഇവളുടെ ഫോൺ കേടാണെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നീട് ഞാൻ പത്മയുടെ ഫോണിലോട്ട് വിളിച്ചു, നന്ദിനി എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴേ എനിക്ക് അവളെ കാണിച്ചു തരികയും ചെയ്തു. വീഡിയോ ക്യാമറയിൽ എനിക്ക് കാണിച്ചു തന്നു. നന്ദിനി മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതെനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാൻ സമാധാനത്തോടു കൂടി ഇരുന്നത്. ഡാഡിയും ഞാൻ ഈ കിടന്നപ്പോൾ നന്ദിനിയെ രാജുവേട്ടനെ ഒരുപാടിട്ട് ദ്രോഹിച്ചതിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് നന്ദിനിയാണ്. എന്നിട്ടും അവർക്ക് വേണ്ടി വക്കാലത്ത് പറയലാണ് ഇവളുടെ സ്വഭാവം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അത് എന്തിനാ ചിന്തിക്കുന്നത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്ന് ഇവൾക്ക് പറയാൻ കഴിയും. പക്ഷേ എനിക്ക് നിന്നെ കാണാത്ത ആ ഒരു ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടായിരുന്നെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പ്രത്യേകിച്ച് ഈ ഒരു മാനസികാവസ്ഥയിൽ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും യതീന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. യതീന്ദ്രൻ ഇന്ദ്രജയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. വിജയ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ പത്മയുടെ അരികിലോട്ടും ചെല്ലാണ്. ഉടൻ തന്നെ പത്മ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്, ഇങ്ങേര് വന്ന പാടെ അവളെ കാണാൻ വേണ്ടി പോയതായിരിക്കില്ലേ?
ദേ വായിൽ തോന്നിയ അസഭ്യ വാക്കുകൾ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇവിടെ നിന്നും പോകുമ്പോൾ എൻ്റെ മനസ്സ് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത്. എൻ്റെ മകൻ ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവൻ്റെ അവസ്ഥ കണ്ടിട്ടും ഞാൻ ഇവിടെ നിന്ന് പോയത് നിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. എന്നിട്ട് നീ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത്? ഞാനെന്ത് ചെയ്തു വെച്ചു? ഞാനതിന് മാത്രം എന്താ ചെയ്തു വെച്ച്? നിങ്ങളുടെ മകൻ പോകുന്നത് പോലെ അല്ലല്ലോ ഇപ്പോൾ, അത്യാവശ്യം അസുഖം മാറിയില്ലേ? പത്മ, ഇത്ര ക്രൂരത നിനക്ക് പാടില്ല കേട്ടോ. ഒരിക്കലും ഒരാളോടും ഇത്ര ക്രൂരത ചെയ്യാൻ പാടില്ല പത്മ. അത് കേട്ട ഉടനെ ഞാൻ എന്ത് ക്രൂരതയാണ് ചെയ്തത്? എന്ത് ക്രൂരതയാണ് ഞാൻ ചെയ്തത്? പത്മ, നിനക്ക് നിൻ്റെ മനസ്സിനോട് ഒരു കുറ്റബോധവുമില്ലേ? സൂര്യ കെട്ടിയ താലിയാണ് നന്ദിനിയുടെ കഴുത്തിൽ. അങ്ങനെയുള്ള നന്ദിനിയെ നീ ഇവിടെ നിന്നും അടിച്ച് പുറത്താക്കാൻ നോക്കിയതും ഭ്രാന്താസ്പത്രിയിലോട്ട് കൊണ്ടുപോയിടാൻ ശ്രമിച്ചതും നീ എന്തൊക്കെയാണ് പത്മ ചെയ്തു കൂട്ടിയത്? ഓ, അപ്പോഴേക്കും എല്ലാം നിങ്ങളുടെ ചെവിയിൽ അവൾ ഓതിത്തന്നോ? അവൾ പറയില്ല, അവൾ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അവളുടെ സ്വഭാവം അതാണ്. എന്നാൽ എല്ലാം എന്നോട് പറയേണ്ടവർ പറഞ്ഞു എന്ന് പറയട്ടോ. അത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രജ പറയാണ്, ഡാഡി വിചാരിക്കുന്നത് പോലെയൊന്നല്ല. അപ്പോഴേക്കും പത്മ പറയാണ്, ഈ പറയുന്നത് പോലെയൊന്നല്ല. നമ്മുടെ വീട്ടിൽ അന്തസ്സിന് ചേരാത്തൊരു ബന്ധമാണ് അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ മക്കൾ പല തെറ്റും ചെയ്യും. ആ തെറ്റ് തിരുത്താൻ ഏത് വഴിയൊക്കെ ഉപയോഗിക്കേണ്ടി വരുമോ ആ വഴിയൊക്കെ ഉപയോഗിക്കും എന്ന് പറയാണ്. അപ്പം ഇന്ദ്രജ പറയാണ്, ശരിയാണ്, നമുക്കല്ലേ ഇപ്പോൾ ഓരോ കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ മുന്നിൽ മമ്മിക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വീട്ടുവേലക്കാരിയെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ഡാഡി മമ്മി ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയുമ്പോഴേക്കും പത്മ പറയാണ്, ഞാൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. ഇനിയും ഞാൻ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ നോക്കും. ഒരിക്കലും ഞാനിത് ക്ഷമിക്കില്ല എന്ന് പറയുന്നതും പത്മയുടെ കാരണം അടിക്കേണ്ടത് ഇന്ദ്രജയുടെ കാരണത്താണ് അടിക്കാൻ കേട്ടോ. ഇതോടുകൂടി പത്മയുടെ മുഖത്ത് കൈ വെച്ചില്ല എന്ന രീതിയിലാണ് പത്മ കണ്ണടച്ച് പോവുകയാണ്. ഇതേവരെ കാണാത്ത ഒരു യതീന്ദ്രനെ പത്മ കാണുകയാണ്. ഈ സമയം ഇന്ദ്രജയുടെ കരണത്താണ് വീണത്. അപ്പോഴാണ് വിജയ് ആകെ പേടിച്ച് വിറച്ച്, വിജയ് കിടുകിടാ വിറച്ച് വിജയ് ഇങ്ങനെ കണ്ണും ചെമ്പി നിൽക്കുമ്പോൾ ഇന്ദ്രജ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ അടി തൻ്റെ കരണത്ത് വീണപ്പോൾ കണ്ണിൽ നിന്ന് പൊന്നീച്ച് പോയതുപോലെ ആയിട്ടോ. അപ്പോൾ ഉടൻ തന്നെ, ഇത് ഞാൻ നിനക്ക് തരാതിരുന്നത് നിന്നെ അടിച്ചിട്ടും നിന്നെ ശാസിച്ചിട്ടും കാര്യമില്ല, പക്ഷേ എൻ്റെ മകളായ ഇവൾക്കിത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ദുഷ്ടതക്കും ക്രൂരതക്കും കൂട്ടു നിൽക്കുന്നവളാണ് ഇവൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തി ഒരു വാക്ക് നിനക്ക് എന്നോട് വിളിച്ച് പറയായിരുന്നില്ലേടി? നീ നന്ദിനി നിന്നെ ഹോസ്പിറ്റലിൽ വെച്ച ആ അടിക്ക് നീ മറുപടി നൽകിയതായിരിക്കില്ലേ? എന്തായാലും സൂര്യ കിടക്കുകയാണെങ്കിലും അവൻ എന്ത് ചെയ്താലും അവന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ്റെ കൂടെ നന്ദിനി ഉണ്ടാവും. അത് നിങ്ങൾ എന്തെന്നെ ചെയ്താലും നന്ദിനിയെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ. എന്നിട്ട് പത്മയോട് പറയാണ്, ഇനി നീ ഇതിലും വലിയ ക്രൂരതകൾ അവളോട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവൾക്ക് കിട്ടേണ്ട അടി അത് നിനക്ക് കിട്ടിയിരിക്കും. ഇത് നിന്നോടുള്ള ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ യതീന്ദ്രൻ പോവുകയാണ് കേട്ടോ. ഈ സമയം പത്മക്കൊന്നും മിണ്ടാനാവുന്നില്ല. പത്മാകെ ഷോക്കടിച്ച് നിൽക്കുകയാണ്. യതീന്ദ്രൻ്റെ ഇന്നേ വരെ കാണാത്തൊരു പുതിയ മുഖം പത്മ കണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്മയുടെ കണ്ണും തുറിച്ച് പത്മ നിൽക്കുകയാണ്. ഇതേ സമയം ഇന്ദ്രജ അങ്ങനെ മമ്മിയെ നോക്കുകയാണ്. മമ്മി ആണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ വിജയ് പറയണേ, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ സൂര്യയുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഓരോ അടികളുടെയും വില എന്തെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ വിജയ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നിങ്ങളും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുഷ്യന് ഒരുമാതിരി തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങൾ അടിയുടെ മൂല്യം നിർണ്ണയിക്കാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെ ഇങ്ങനെ പല്ലും കടിച്ചിട്ട് പറയാൻ കേട്ടോ. പിന്നീട് പൊട്ടിക്കരഞ്ഞും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ് ഈ പറയുന്ന ഇന്ദ്രജ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി യതീന്ദ്രൻ നല്ല സ്ട്രോങ് ആവും. അതുകൊണ്ട് തന്നെ നന്ദിനിയോട് അധിക ക്രൂരത ഒന്നും ഇവർക്ക് ചെയ്യാൻ കഴിയില്ല. പലതും ചെയ്യാൻ നോക്കും, പക്ഷേ ഒരിക്കലും ഇനി സൂര്യയുടെ അടുത്ത് നിന്ന് നന്ദിനിയെ മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. അത്രയും നല്ല കിടുക്കൻ എപ്പിസോഡാണ് ഇനി വരുന്നത്.